മുകേഷിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന സുരാജനെ കുറിച്ചൊരു ചോദ്യം ചോദിച്ചു. വേണമെങ്കിൽ അതൊക്കെ തുടങ്ങിയേക്കാൻ പണില്ല. എന്താ കാരണത്തിൽ ഇപ്പം മമ്മൂക്ക എന്നൊരു പേര് പറഞ്ഞ ഉടനെ മിഡിലോ പ്ലാങ്കാട്ടിലൊരു അടി കിട്ടി. പഠിച്ചോനെ ഇനി ഞാനെന്തെങ്കിലും നിന്റെ നാവ് ഗുളികനായി കഴിഞ്ഞാൽ ഇനി എന്താ സുരാജ് പറഞ്ഞ കേൾക്കണം. മുകേഷ് ഏട്ടൻ ലാലേട്ടനോടൊപ്പം അഭിനയിക്കുന്നത് കണ്ട് ഒരുപാട് ചിരിച്ച് കൈയടിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ മമ്മൂക്കയായിട്ടും അഭിനയിച്ച് ഒരുപാട് ചിരിച്ച് കൈയടിച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ടുപേരോടൊപ്പം അഭിനയിച്ചിട്ടുമുണ്ട്. രണ്ടുപേരുമായിട്ട് നല്ല വ്യക്തിബന്ധമാണ്, നല്ല സൗഹൃദം സൂക്ഷിക്കുന്ന ഒരാളാണ്. ഇതെങ്ങനെ സാധിക്കുന്നു കേട്ടാ, ഈ രണ്ടുപേരെയും ഒരേ രീതിയിൽ സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ? എന്താണ് ഇതിൻ്റെ സീക്രട്ട്? വിരോധമില്ലെങ്കിൽ എനിക്ക് കൂടി ഒന്ന് പറഞ്ഞു തരുമോ? അല്ല, അതിപ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും അവരോട്ട് മാത്രമല്ല, എല്ലാവരും ഒരുപാട് സൗഹൃദങ്ങളുണ്ട്, ഒരുപാട് പേരുടെ സൗഹൃദം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സൗഹൃദം കാത്ത് സൂക്ഷിക്കാൻ ഒറ്റ ഫോർമുലയേ ഉള്ളൂ. നമ്മൾ ഫേവേഴ്സ് ഒന്നും ആഗ്രഹിക്കരുത്. ഒന്നും ആഗ്രഹിക്കരുത് അവരുടെ. നമ്മൾ ഒരു കാര്യവും അതിനകത്ത് പിന്നെ സൗഹൃദമില്ല. ഒരു കാര്യവും അവരിൽ നിന്നും അല്ലെങ്കിൽ ആരിൽ നിന്നും ഇങ്ങനെ ഗിവ് ആൻഡ് ടേക്ക്, ഞാനൊരു സൗഹൃദം കൊടുത്തിട്ട് തിരിച്ചെനിക്ക് വേറൊരു കാര്യം തരണം എന്ന് പറയുന്നതിനകത്ത് ആ ഒരു പോയിന്റ് ഇല്ലെങ്കിൽ എല്ലാ സൗഹൃദങ്ങളും അതേപോലെ നിലനിർത്തും. സുരാജ് അതിനപ്പുറം ഒരു കാര്യം ഉപയോഗിച്ച് ഇവരെല്ലാം മെയ്വഴക്കത്തോടെ കൈകാര്യം ചെയ്യാനുള്ള ഒരു സിദ്ധി സുരാജ് പറയാത്തൊരു കാര്യമുണ്ട്. ഈ മുകേഷ് ഏട്ടനെ വല്ലോ പാകിസ്ഥാനിലെ ഇന്ത്യൻ അംബാസഡർ ആക്കിയിരുന്നെങ്കിൽ ഈ പ്രശ്നം പണ്ടേ പരിഹരിച്ചിരുന്നു. അല്ല, അത് പക്ഷേ രാജ്യത്തിന് വേണ്ടി ചിലപ്പോൾ ഞാൻ ചെയ്തിരിക്കും. നയചാതുര്യം ഇത് പണ്ടേ ഉള്ളതാണോ മുകേഷ്? ശരിക്കും പറഞ്ഞാൽ ഞാൻ അറിയാതെ തന്നെ അങ്ങനെ ഒരു കഴിവ് വേറെ ആൾക്കാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ സിനിമയിൽ അഭിനയിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലോകപരിചയവും അങ്ങനെ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയാം. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് വന്ന് പറഞ്ഞു, എനിക്കൊരു ഉപകാരം ചെയ്യണം. ഞാൻ ചോദിച്ചാൽ എന്താണ്? ഞാനൊരു പെൺകുട്ടിയുമായി പ്രേമത്തിലാണ്. അവൾ അന്യജാതിക്കാരിയാണ്, അവൾ ഹിന്ദു, ഞാൻ മുസ്ലിമാണ്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ വിവാഹം ഞാൻ വിളിച്ചാൽ വരും, പക്ഷേ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് മുകേഷ് ഒന്ന് ഉപദേശിക്കാം. അന്നും മുകേഷാണ് ഈ പ്രണയ സംബന്ധമായ കാര്യത്തിലൊരു അധിപനല്ലേ? ഒരുപക്ഷെ അതിലാണ് എനിക്ക് അത്ഭുതം തോന്നിയത്. ഞാൻ പറഞ്ഞു, ഞാൻ ഉപദേശിക്കാനാ, ഞാൻ തന്നെ കുഴപ്പക്കാരനാ, അപ്പം ഞാനിങ്ങനെ ഉപദേശിക്കാൻ അല്ല, നിനക്ക് പറ്റും. അപ്പോൾ എന്നിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഒരു കാര്യമില്ലാതെ ഒരാൾ എന്നെ മനസ്സിലാക്കിക്കുകയാണ്. അങ്ങനെ ഞാൻ ഉപദേശിച്ച് അത് നന്നായി. എന്താ കാരണം വെച്ചാൽ ഒരുപാട് ഈ പരിപാടി നടത്തിയിട്ടുള്ള ആളാണ് മുകേഷ് എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ആയിരിക്കണം എന്തോ അവിടെയൊക്കെ നമ്മൾ അറിയാതെ നമ്മൾ ഒരു സ്പാർക്ക് മനസ്സിൽ വരികയാണ്. ഇങ്ങനൊരു വിശ്വാസം വരുമ്പോഴത്തേക്ക് കൊള്ളാമല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ആധികാരികമായിട്ട് അതിനെപ്പറ്റി ചിന്തിക്കാനും പറയാനും ഒക്കെ ഒരു തോന്നൽ വരും.